നമസ്കാരം. ഫണ്ട് 360 പുതിയ എത്തിയതിലേക്ക് സ്വാഗതം. പ്രൊഫസർ മാത്യു. ഇന്ന് നമ്മുടെ വിഷയം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നമ്മൾ ചെയ്ത വീഡിയോയുടെയൊക്കെ താഴെ കുറച്ച് കമൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഓഫീസിൽ നിന്നുള്ളതൊക്കെ ഒന്ന് ക്രോഡീകരിച്ച് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള ഒരു കൺസേൺ ആണ്. എന്തിനാണ് ഈ പറഞ്ഞതുപോലെ പുതിയ പുതിയ നിക്ഷേപ പദ്ധതികളും നിക്ഷേപ സാഹചര്യങ്ങളും നിക്ഷേപ അവസരങ്ങളും വരുമ്പോൾ നമ്മൾ അതിനെ എന്തിനാണ് വളരെ നെഗറ്റീവായിട്ട് കാണേണ്ട ആവശ്യം? നമുക്ക് അതുപോലുള്ള അവസരങ്ങളൊക്കെ നഷ്ടപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്? പ്രത്യേകിച്ച് ഈ ഒരു കാര്യം നമ്മൾ കണ്ടത് നമ്മൾ മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തപ്പോഴാണ് പറഞ്ഞത്. ചിലർ അതിൻ്റെ താഴെ വന്നിട്ട് പലരും പറയുകയും ചെയ്തു, ഈ പറഞ്ഞതുപോലെ 2022 മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഒക്കെ അമെൻഡ് ചെയ്തു, എന്നിട്ടും ഇപ്പോഴത് നിങ്ങൾ പറയുന്നത് അപക്വമാണോ, ഇപ്പോഴും അതിൻ്റെ ശൈശവാവസ്ഥയിലാണോ എന്നുള്ളതൊക്കെയാണ്. ഇതേപോലെയുള്ള കമൻസ് ഒക്കെ നമ്മൾ പണ്ട് ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകളെ കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോഴും എല്ലാവരും കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇത് എന്ന് പറയുന്നതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഫിനാൻസിനെ സംബന്ധിച്ച് മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, പക്വതയാർന്ന നിക്ഷേപകൻ ആ വ്യവസ്ഥിതി പക്വത എത്തുന്നത് വരെ കാത്തിരിക്കുമെന്നുള്ളതാണ് ഒരു നിക്ഷേപം നടത്താൻ. ഇതുകൊണ്ട് അവസരങ്ങൾ നഷ്ടമാകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ അവസരങ്ങളും നിങ്ങൾക്ക് മുതലാക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് താരതമ്യം ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നിങ്ങൾ ചിലപ്പോൾ റോട്ടിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും, ഈ കളറടിച്ച കോഴിക്കുഞ്ഞുങ്ങളെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും, ഈ ചുവപ്പും മഞ്ഞയും നീലയൊക്കെ. എൻ്റെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരുന്നു. ആ ഒരു കുഞ്ഞുങ്ങളെയൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകണം എന്നൊക്കെ വളരെയധികം ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് വീട്ടിലൊന്നും സമ്മതിക്കാത്തത് കൊണ്ട് അത് നടന്നില്ല. പക്ഷേ അത് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നൊരു കാര്യമായിരുന്നു. പക്ഷേ കുറച്ച് മുതിർന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, ആ കോഴിക്കുഞ്ഞുങ്ങളിൽ 10 വാങ്ങിച്ചാൽ 9 ചത്തുപോകും, ചിലപ്പോൾ 10 ചത്തുപോകും. പക്ഷേ അതേസമയം ഇതിനേക്കാളും കുറച്ചും കൂടി വലുതായിട്ട് ബ്രൗൺ കളറിലൊരു കോഴികളൊക്കെ ഈ മറ്റ് ചില നഴ്സറികളിൽ നിന്നോ അവിടെ നിന്നൊക്കെ ലഭിക്കുന്നത്, അത് 10 വാങ്ങിച്ചാൽ അതിൻ്റെ അകത്ത് 9 ജീവിക്കും, ചിലപ്പോൾ 10 ജീവിക്കും. എന്തുകൊണ്ടാണ്? കുറച്ചും കൂടി മെച്യൂറായി അത്. എനിക്ക് തോന്നുന്നത് പണ്ട് കാലങ്ങളിൽ ഈ ബ്ലോക്കിലൂടെയൊക്കെ സൗജന്യമായിട്ടൊക്കെ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് ഇതുപോലെ കുഞ്ഞു കളറടിച്ച പോലത്തെ കുഞ്ഞു കോഴിക്കുഞ്ഞുങ്ങളെയല്ല, കുറച്ചും കൂടി വലുതായിട്ടുള്ളതാണ്, കുറച്ചും കൂടി പ്രായം ചെന്ന കോഴികളെയാണ്. അപ്പോൾ നമ്മൾ ഒരു നിക്ഷേപകൻ എന്ന രീതിയിലും ഇതേ കാര്യങ്ങളാണ് നമ്മൾ അവലംബിക്കേണ്ടത്. ആ ഒരു വ്യവസ്ഥിതി പക്വത അറിയിക്കുന്നത് വരെ നമ്മൾ പക്വതയുള്ള നിക്ഷേപകൻ എന്ന രീതിയിൽ നമ്മൾ കാത്തിരിക്കണം. അതുകൊണ്ട് ഉണ്ടാകുന്ന നഷ്ടം, ഇതൊരു അവസര നഷ്ടമാണെങ്കിൽ അത് നഷ്ടമായിട്ട് നമ്മൾ കണക്ക് കൂട്ടരുത്. കോഴിക്കുഞ്ഞിൻ്റെ കേസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ കളറടിച്ച ഒരു കോഴിക്കുഞ്ഞ് ചിലപ്പോൾ ഒരെണ്ണത്തിന് 5 രൂപയ്ക്ക് കിട്ടിയേക്കാം. പക്ഷെ കുറച്ചും കൂടി വലുതായ സംഭവത്തിന് ചിലപ്പോൾ നിങ്ങൾക്ക് 20 രൂപ കൊടുക്കേണ്ടി വന്നേക്കാം. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾക്ക് പ്രോബബിലിറ്റി ഓഫ് സക്സസ് എക്സ്പോണൻഷ്യലി ഹൈ ആണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ചിന്തിക്കുന്നത് മുമ്പോട്ട് പോകുന്ന നിക്ഷേപകരെ പക്വതയാർന്ന നിക്ഷേപകർ എന്ന് പറയുന്നത്. നിങ്ങൾ ഓരോരോ കേസുകൾ എടുത്തു നോക്കുക. ക്രിപ്റ്റോ കറൻസി ഇവിടെ ഒരു 2-3 വർഷം മുമ്പ് വോൾട്ടായിരുന്നു ഭയങ്കരമായിട്ട് എല്ലാ സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. വോൾട്ടിൽ പണം നിക്ഷേപിച്ചവരുടെ അവസ്ഥ എന്തായി? സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് വോൾട്ടാണ് അവസാന വാക്കെന്ന രീതിയിൽ ഇവിടുത്തെ വലിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് വരെ അതിനെ പ്രൊമോട്ട് ചെയ്തു. ലൈവ് ഇൻവെസ്റ്റ്മെന്റ് വോൾട്ടിൽ നടത്തിയിട്ടുള്ള പല ഇൻഫ്ലുവൻസേഴ്സും ഉണ്ട്. അവർ ഇൻവെസ്റ്റ് ചെയ്തത് 50 ലക്ഷം രൂപയും 60 ലക്ഷം രൂപയൊക്കെയാണ്. അത് സോഷ്യൽ മീഡിയയിൽ പരസ്യം കാണിച്ചിട്ട് കിട്ടിയ വരുമാനമാണ്. പക്ഷേ ഇത് കണ്ടിട്ട് ആ പരസ്യത്തിന്റെ പണം അവർക്ക് ഉണ്ടാക്കി കൊടുത്ത കാഴ്ചക്കാരൻ കൊണ്ടുപോയിട്ട് 20 ലക്ഷം രൂപ കൊണ്ടുപോയിട്ടിട്ട് അത് മൊത്തം ഒലിച്ചുപോയി. വോൾട്ടിനെയും കാണാനില്ല, ഇതിനെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് അത് ഓൺ ചെയ്യുന്നുമില്ല. അപ്പോൾ കുറച്ചു കാലം വരെ റെഗുലേറ്ററി അപ്രൂവൽ വരികയും അതിനൊരു നിയമം വരികയും ആ നിയമം ഫുൾ പ്രൂഫ് ആകുന്നതും വരെയും കാത്തിരിക്കുക. നമ്മൾ ഓഹരി വിപണിയുടെ കാലം എടുക്കുക. ഓഹരി വിപണിയുടെ കാര്യമാണെങ്കിൽ എന്താണ്, 100 വർഷത്തിലേറെയായി ഇവിടെ ഓഹരി വിപണി നടക്കുന്നു. എന്നിട്ട് ഏകദേശം 85 വർഷമായിട്ട് പോലും തട്ടിപ്പുകൾക്ക് ഇവിടെ സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ അർത്ഥം വീണ്ടും മെച്യൂർ ആയിട്ടില്ല. ഓരോ തട്ടിപ്പുകളും നടത്തുമ്പോഴാണ് അത് പാച്ചപ്പ് ചെയ്തു വരുന്നത്. ആദ്യകാലങ്ങളിൽ അത് തട്ടിപ്പിന്റെ പറുദീസയായിരിക്കും ഏതാണെങ്കിൽ. നമ്മൾ മൾട്ടി സ്റ്റേജ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ കുറിച്ചുള്ള ആക്ടിനെ കുറിച്ചും MCC ആക്ടിനെ കുറിച്ച് പറയുമ്പോഴും അത് തന്നെയാണ് പറയുന്നത്. പരമാവധി 10 വർഷമൊക്കെ ആയിട്ടുള്ളൂ ഈ മൾട്ടി സ്റ്റേജ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ കുറിച്ചൊക്കെ വന്നിട്ട് ആക്ട് അമെൻഡ് ചെയ്തു 2022. എങ്കിൽ പോലും അത് ഇപ്പോഴും ശൈശവാവസ്ഥയിൽ തന്നെയാണ്. കാരണം മറ്റുള്ള ഏത് നിക്ഷേപ വ്യവസ്ഥിതികളെ നോക്കുമ്പോഴും. അപ്പോൾ പക്വതയാർന്ന നിക്ഷേപ വ്യവസ്ഥിതി പക്വത എത്തുന്നത് വരെ കാത്തിരിക്കാനുള്ള ക്ഷമ കാണിക്കുക. ക്ഷമ ആട്ടും സൂപ്പിന്റെ ഫലം മാത്രമല്ല ചെയ്യുക. ഈ ക്ഷമ ചിലപ്പോൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നിങ്ങളുടെ പണം മറ്റുള്ളവർ അപഹരിച്ചു കൊണ്ടുപോകാതിരിക്കാനുള്ള ഒരു ബാധ്യതയായി കൂടി മാറുകയേക്കാം. മറ്റൊരു അധ്യായം നമുക്ക് വീണ്ടും കാണാൻ. നമസ്കാരം.